ആ ഈ ഇന്നും പണിക്ക് പോയില്ലേ? ഇല്ലടാ, ശരീരം മുഴുവൻ ഭയങ്കര വേദന. ഡോക്ടറെ ഒന്ന് കാണിക്കണം. അതിനെന്തിനാണ് ഡോക്ടറെ കാണിക്കണേ? രോഗങ്ങളൊക്കെ പ്രാർത്ഥിച്ചു മാറ്റണ സിദ്ധനല്ലേ നിന്റെ അച്ചാച്ചൻ? ആളെ കാണിച്ച പോരെ? അതിനെന്താണ് നിനക്ക് ഇത്ര പുച്ഛം? മനുഷ്യന്മാരെ മാത്രല്ല, സകല ജന്തുക്കളുടെയും സൂക്കേട് അച്ചാച്ചൻ പ്രാർത്ഥിച്ചു മാറ്റിയിരുന്നു. അന്നൊക്കെ നേരം വെളുത്താലേ ഒരു പൂരത്തിൻ്റെ ആളുണ്ടാവും ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത്. നിനക്ക് ആ കുമാരേട്ടൻ അറിയില്ലേ? കുന്നത്തെ ഏത് കോടീശ്വരൻ കുമാരേണ്ണ? അതന്നെ. ആളെങ്ങനെ കോടീശ്വരനായിന്ന് അറിയോ നിനക്ക്? ഇല്ല. ഞങ്ങളുടെ വീടിൻ്റെ വടിക്കല് ചായക്കട നടത്തിയിട്ട്. എന്നിട്ട് നിന്റെ അച്ചാച്ചൻ എന്താ കോടീശ്വരനാവാഞ്ഞ്? ആൾക്ക് കാശുണ്ടാക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ആളുടെ രോഗം മാറണം, അത്രേ ഉള്ളൂ. ആൾക്കാർ വന്ന് കരഞ്ഞ് പറയുമ്പോൾ അച്ചാച്ചനൊന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഏത് മാറാത്ത രോഗം സ്വിച്ചിട്ട പോലെ മാറും. പക്ഷേ ഒരിക്കലൊരു സംഭവം ഉണ്ടായി. പിന്നെ അച്ചാച്ച എല്ലാ പരിപാടിയും നിർത്തിയാണ്. അതെന്ത് സംഭവം? ഒരു ദിവസം ഒരാൾ ആടിന് വയ്യാണ്ട് അച്ചാച്ചനെ കാണാൻ വന്നു. ആടിന് തീരെ വയ്യ, അത് കിടക്കണോടൊന്നും എണീക്കുന്നില്ല. സാമേരൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അച്ചാച്ചൻ നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ട് ആടിന്റെ പയ്യായ മാറിയില്ലേ? അവിടെ അല്ല ടിസ്റ്റ്. പ്രാർത്ഥനയും കഴിഞ്ഞ് ആടിൻ്റെ ഉടമസ്ഥൻ വീട്ടിലെത്തിയപ്പോൾ ആടുണ്ട് മുറ്റത്ത് ചത്തെടുക്കണം. ഉടമസ്ഥനാകെ സങ്കടമായി. അയാൾ തിരിച്ചു വന്ന് അച്ചാച്ചനോട് ചോദിച്ചു, എന്താ സാമേര, നിങ്ങൾ സൂക്കേട് മാറാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ആട് ചത്തുപോയല്ലോ എന്ന്. അല്ല, എന്താ ശരിക്കും ഉണ്ടായേ? അച്ചാച്ചനൊരു വയസ്സ് 10-82 ഉണ്ടേ. ചെവിട് ശരിക്കും കേട്ടിരുന്നില്ല. അയാൾ ആടിന് വയ്യാന്ന് പറഞ്ഞപ്പോൾ അച്ചാച്ചൻ കേട്ടത് ആനയ്ക്ക് വയ്യാന്നാ. അതിനെന്താടാ? അതിനെന്താന്നാ, ആടിനുള്ള പ്രാർത്ഥനയ്ക്ക് പകരം ആനയ്ക്കുള്ള പ്രാർത്ഥന അച്ചാച്ചൻ നടത്തിയത്. പ്രാർത്ഥന ഓവർഡോസായി, ആടാ ചത്തു.